പ്രിയ സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ കണ്ടതുകൊണ്ട് അതെന്തുകൊണ്ട് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. അതായത് നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ആ സ്വാർത്ഥത എല്ലാ കാര്യത്തിലും നമ്മൾ കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നെല്ലാം സംഭവിക്കുന്നത്. നിസ്സാരമായിട്ട് ആദ്യം കേരളത്തിൻ്റെ ഈ അടുത്തിടെ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് നടന്ന 2 ആത്മഹത്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തൻ്റെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അവിടുത്തെ ആ പുരുഷനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലിക്ക് പോയാൽ 3 മാസം പിന്നെ വീട്ടിലുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം ഗർഭമൊക്കെ ആയിട്ട് തൻ്റെ ഭാര്യയുമായിട്ട് എതിർത്ത് നിന്ന് അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സഹോദരനൊരു പുരോഹിതൻ, കത്തോലിക്ക സഭയിലെ പുരോഹിതനാണ് എന്ന് പ്രത്യേകിച്ച് പറയണം. കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനുണ്ടായിരുന്നു. എൻ്റെ മെസ്സേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ സംഭവം നടന്നു എന്ന് പേപ്പറിൽ വന്നു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ സ്ത്രീ മരിക്കത്തില്ലായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്ക് എപ്പോഴും അപകടം വരുത്തുന്നത് അവളെക്കുറിച്ചുള്ള ചിന്ത അവൾ മാറ്റിവെക്കാത്തതുകൊണ്ടാണ്. കാരണം അവൾ ആ പുരോഹിതന് വേണ്ടി നിന്നിരുന്നെങ്കിൽ, പുരോഹിതൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്നൊന്നും നടക്കത്തില്ല. പക്ഷെങ്കിൽ ആ സ്ത്രീ എത്രയോ നല്ല സ്ത്രീയായിരുന്നു. തൻ്റെ ഭർത്താവിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ആ സ്ത്രീയെ ഈ ഭർത്താവ് ഉപദ്രവിക്കുമ്പോൾ ആ സ്ത്രീ ഉച്ചത്തിൽ കരയിട്ടില്ലായിരുന്നു. എന്നാൽ അവരുടെ മക്കൾ ഉച്ചത്തിൽ കരഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. അപ്പോൾ ആ ഭർത്താവിൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അതിനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, പിള്ളേർ കരയുന്നത് കേട്ടിട്ടില്ല. കാരണം അവർക്ക് ഇന്നത്തെ സ്ഥിതിയിൽ ജീവിച്ചാൽ മതി. ഇതൊക്കെ സ്വാർത്ഥത എന്തുകൊണ്ടാണ്? പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെയും പോട്ടെ. അതിന് കഴിഞ്ഞും ഒരു സ്ത്രീ, അവർ അഡ്വക്കേറ്റായിരുന്നു. ആ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോഴും അവിടെയും പറഞ്ഞു ഇതേ കാര്യം. അതായത് ആ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനോടും അങ്ങനെ ചന്തയ്ക്കോ ഒന്നും പോകത്തില്ല, വളരെ നല്ല മനുഷ്യൻ, ആരോട് ഉചേടാൻ പോലും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു പുരുഷനൊരു സ്ത്രീയെ കിട്ടിയാൽ ആ സ്ത്രീയുടെ ഉത്തരവാദിത്വം അവനുള്ളതാണ്. സ്ത്രീയുടെ കുഞ്ഞുങ്ങളെയും ആ സ്ത്രീയുടെ എന്നും കാണുന്ന മുഖമല്ല ഒരു ദിവസം കാണുന്നെങ്കിൽ അവനത് തിരിച്ചറിയണം. അതെന്താണെന്ന് അന്വേഷിക്കണം. അതവൻ്റെ കടമയാണ്. അല്ലാതെ ഞാൻ കണ്ടില്ല, നല്ലവനാണെന്ന് ചമഞ്ഞ് നടന്നാൽ അതുകൊണ്ടാണ് ഇത് വന്നത്. ആ സ്ത്രീ അവർക്ക് ആ ഭർത്തൃ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോഴൊക്കെ അവരുടെ ഭർത്താവിനോട് പറയുന്നില്ല. അവരുടെ മനസ്സ് വെന്തുരുകി അവരുടെ മുഖത്തത് പ്രത്യക്ഷപ്പെടും. ഇത് കണ്ടാൽ എന്താണെന്ന് അന്വേഷിക്കാനോ അതിന് പ്രതികാരം എന്ത് വേണമെന്ന് നോക്കാതെ നല്ലവനായിരുന്നത് കൊണ്ടാണ് ആ സ്ത്രീ കുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇനിയും അതുപോട്ടെ. നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ അനീതിക്ക് നിൽക്കുന്നതാണ്. എവിടെയും നമ്മളെല്ലാവരും നമ്മുടെ ചിന്ത എങ്ങനെ പണമുണ്ടാക്കണം. ഈ പണം നമ്മളെ എല്ലാ സമയത്തും സഹായിക്കും. ആവശ്യത്തിന് വേണ്ടുന്ന സമയത്ത് ചില സമയത്ത് ഉപയോഗിക്കുന്നവരും അല്ലാതെ പണം വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ രാവും പകലും ജോലി ചെയ്ത് വീട്ടിൽ ആഹാരം പാകം ചെയ്യാനൊക്കുന്നില്ല, അവിടുത്തെ ആഹാരം കഴിക്കാനൊക്കുന്നില്ല, ഹോട്ടലിൽ കയറും,
തട്ടുകടയിൽ കയറും. ഹോട്ടലിലും തട്ടുകടയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്, ചീപ്പായിട്ട് കിട്ടുന്ന അവിടെ പോയി കഴിച്ചേച്ച് കുറേ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അല്പം പ്രശ്നമുണ്ടാകും. അപ്പോൾ നമ്മൾ കയറി ഹോസ്പിറ്റലിൽ ഇറങ്ങും. നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ കളഞ്ഞാലും നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടത്തില്ല. അത് തന്നെയല്ല, ഇനിയും നമ്മൾ കെ പി യോഹന്നാനെ കുറിച്ച് എടുത്താൽ, കെ പി യോഹന്നാൻ്റെ പഴയ ചരിത്രം ഞാൻ പറയുന്നില്ല, പഴയ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം. കെ പി യോഹന്നാൻ ആത്മീയ വേല തുടങ്ങി. ഈ ആത്മീയ വേലയിൽ കൂടെ ആണല്ലോ മനുഷ്യർക്ക് ആത്മീയവും, അതായത് പൊതുജനങ്ങളെ സഹായിക്കാനും ഇറങ്ങുന്നവർ കൂടെ ആണല്ലോ പണം സമ്പാദിക്കാനൊക്കെ പറ്റുള്ളൂ. ആത്മീയ വേലയിൽ ഇറങ്ങി ആദ്യമൊക്കെ നിന്നേച്ച് അദ്ദേഹം എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് അത് ആൾ സമ്പാദിച്ചു തുടങ്ങി. കോടികളുണ്ടാക്കി, സഭയുണ്ടാക്കി, ബിഷപ്പായിട്ട് എവിടെ പോയാൽ ബിഷപ്പായിട്ട് ഇന്ന് ആർക്കും ഞാൻ ഇന്നട സഭയിൽ ഇന്നട മറ്റാൻ്റെ കയ്യിൽ നിന്ന് ബിഷപ്പായ അല്ല ഒരു പുരോഹിതനായത് അല്ല ഇല്ല കാതോലിക്കാരടുത്തു നിന്നാണ് ഞാൻ മെത്രാസ്ഥാനമായിട്ടെന്നൊക്കെ പറയാം. അതൊക്കെ തന്നെ കാര്യം, അതെനിക്ക് നാളെ പറയാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അദ്ദേഹം ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. അദ്ദേഹം സഭയിൽ ധാരാളം ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ഉണ്ടാക്കി. അവരെല്ലാവരും സന്തോഷവാന്മാരാണ്. കാരണം പണത്തിനോട് പക്ഷേ ആരും ചോദിക്കാനില്ല. കെ പി യോഹന്നാൻ അമേരിക്കയിൽ പോയി ഭദ്രമായിട്ട് സുഖമായി ജീവിക്കാൻ നോക്കി. ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഭയങ്കര സെക്യൂരിറ്റിയോടുകൂടി ജീവിച്ചു. ആവശ്യത്തിലധികം സമ്പാദ്യം. എന്തിന് നമ്മുടെ ശബരിമലയിൽ തന്നെ എയർപോർട്ട് പണിയാൻ ചെറുവള്ളി എസ്റ്റേറ്റ് പോലും ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒരു കമ്പനിക്ക് ലീസ് കൊടുത്ത് ആ ലീസിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ കെ പി യോഹന്നാൻ്റെ കിട്ടി. അതെങ്ങനെ കിട്ടി? ഗവൺമെൻറ് അറിയാതെ പോയില്ല. കെ പി യോഹന്നാൻ ഗവൺമെൻറ്റിലുള്ള കളിയിൽ കെ പി യോഹന്നാൻ്റെ വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കെ പി യോഹന്നാൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് സഭയെ നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സുഖജീവിതത്തിന് ഒരു ഭാഗവും വന്നില്ല. വേണ്ടുന്ന എല്ലാ സുഖജീവിതമുണ്ട്. അപ്പോൾ ചിന്തിച്ചു, അവിടെ നാശം തുടങ്ങി. ഒടുവിൽ അദ്ദേഹം കാർ വന്നിടിച്ച് ചത്തു. ഉടനെ കാറിടിച്ച് അപ്പോൾ തന്നെ ഹെലികോപ്റ്റർ വന്ന് കൊണ്ടുപോയി. രക്ഷിക്കാനൊത്തോ ഇല്ല. ഏത് ചികിത്സയും കിട്ടുന്ന സ്ഥലമാണ് അമേരിക്ക. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണത്തിന് വല്ല പ്രയോജനമുണ്ടായോ? ഇല്ല. അത് തന്നെയല്ല. ഇനിയും ആത്മീയകാര്യം നമ്മൾ ഡൽഹിയിലെ ഏതോ ഒരു സ്ഥലം മാറി വന്ന ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ തീ കത്തി. അവിടെ അഗ്നിശമന സേനയും എല്ലാം വന്ന് അവിടെ ജഡ്ജിയുടെ വീടല്ലോ, അവിടെ സെക്യൂരിറ്റി എല്ലാം വന്ന് തീ കെടുത്തി നോക്കിയപ്പോൾ ചാക്കിനകത്ത് കെട്ടി കോടിക്കണക്കിന് രൂപ അതിൽ കുറച്ച് കത്തിപ്പോയി. എന്നാൽ ഇത് കണ്ടപ്പോൾ തന്നെ ആർക്ക് തന്നെ ചിന്തിക്കാൻ, അവരെ ഈ പോലീസിനെ അറിയാം ഈ കോടിക്കണക്കിന് രൂപ എവിടുന്ന് വന്നു ഒരു ജഡ്ജിയുടെ. എന്തുകൊണ്ട് അയക്ക് സമ്പാദിച്ചാൽ അത് ബാങ്കിലോ അത് കാണിക്കാം. ഇത് ഒന്നുമില്ല. ഏതായാലും ഉണ്ടോ ഇല്ലയോ, ഈ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കിട്ടിയെന്ന് കണ്ടപ്പോൾ തന്നെ പോലീസ്, അവിടെ ഫയർ ബ്രിഗേഡുണ്ട്, അവരും വേണ്ടുന്നവരെ ഉടനെ അറിയിച്ചാൽ വേണ്ടുന്നവർ അതിന് ആക്ഷൻ എടുക്കണം. അതിന് അയാളോട് സമയം കൊടുക്കുകയല്ല വേണ്ടേ, അവൻ രക്ഷപ്പെടാൻ സമയം കൊടുക്കുകയല്ല വേണ്ടത്. അവിടെ സമയം കൊടുത്തു. എന്തിനാ അവന് രക്ഷപ്പെടാനായിട്ട്? ഇത് എല്ലായിടത്തും നടക്കുന്നത് ഇത് തന്നെയാണ്. ഒരു സംഭവം സംഭവിച്ചാൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യത്തക്കവണ്ണം അവന് സമയം കൊടുത്തിട്ട് ഒടുവിൽ അവനെ അറസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് നടക്കും.
അതാണ് ഇപ്പം നമ്മുടെ റെയിൽവേ ട്രാക്കിൽ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്ത ഒരു പെങ്കൊച്ച്, ട്രിവാൻഡ്രത്ത് ജോലി ചെയ്ത പെങ്കൊച്ച് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നത്. അവളും മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ കൂട്ടുകാരനും അമ്മയും അപ്പനും എല്ലാം കൂടെ വീട് പൂട്ടി താക്കോലും അടുത്ത വീട്ടിൽ കൊടുത്തേച്ച് ക്ഷേത്ര ദർശനത്തിന് പോയതോ ഏതൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അവരെ പോലീസ് പിടിക്കാനെത്തില്ല. കാരണം അതിൻ്റെയൊക്കെ പറയുന്ന എൻ്റെ ആൾക്കാരുണ്ട്. അത് അവനെ തന്നെ കുറ്റം പറയുന്നില്ല. ഒരു കുഞ്ഞ് ജോലി കിട്ടി, അവൾ ജോലി ചെയ്തു ശമ്പളം കിട്ടി, എത്ര വലിയ പണക്കാരൻ്റെ മോളാണെങ്കിലും ആ അപ്പനോ അമ്മയോ അവളോട് എപ്പോഴെങ്കിലും ചോദിക്കും, മോളെ കാശെന്ത് ചെയ്യുന്നു? ഇതതുണ്ടായില്ല. അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ആ പയ്യൻ, ഇവിടെ കൂട്ടുകാരൻ പയ്യൻ, ഇവിടെ ഒരുമിച്ച് ജോലി ചെയ്തവൻ അവൾ കൊടുക്കുകയായിരുന്നു എന്ന്. ഈ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നു, അതെന്തുകൊണ്ട് സംഭവിച്ചു, നിങ്ങളെന്തുകൊണ്ട് ചോദിച്ചില്ല, അവളെന്തുകൊണ്ട് ഈ പൈസ കൊടുത്തു? അവർ പറയുന്നത് അവിടെ ബാങ്കിൽ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര രൂപയേ ഉള്ളായിരുന്നു. അത് വേണ്ടാഞ്ഞിട്ട് അവരൊരുമിച്ച് ജോലി ചെയ്യുക മാത്രമല്ല, ഒരുമിച്ച് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധക്കുറവ്. ഇതെല്ലാം എന്ത് കാരണം? നമ്മുടെ സ്വാർത്ഥത. അതേ പറയത്തുള്ളൂ. ഡൽഹി സംഭവിച്ചു, അത് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ സമയം കൊടുത്തു ആ മനുഷ്യന്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പല സംഭവങ്ങളും. രാഷ്ട്രീയക്കാരെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ എല്ലാവരും അന്യോന്യം സഹായിച്ച് അവർ രക്ഷപ്പെടുത്താൻ സഹായിക്കും. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയെയും കുറിച്ച് വലിയ കേൾവി കേട്ടു. അതായത് ഏതോ സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടെ കോടിക്കണക്കിന് രൂപയുടെ കള്ള ഇടപാട് നടന്നു എന്നും പറഞ്ഞ് അതിന് കോൺഗ്രസ് ഉടനെ എല്ലായിടത്തും സമരം. ഞാൻ പറയാം എന്തുകൊണ്ട് ഈ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കേസെടുത്തെങ്കിൽ അതെന്ത് കാരണം കൊണ്ട് കേസെടുത്തെന്ന് അന്വേഷിച്ച് അവർക്കറിയാമല്ലോ, അന്വേഷിച്ച് കണ്ടുപിടിച്ചേച്ച് അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് തെളിക്കുക വേണ്ടത്. അല്ലാതെ നാട്ടുകാരെ എല്ലാം കഷ്ടത്തിലാക്കി അവിടെ ഇവിടെയും ബന്ധം സ്ട്രൈക്കിങ് നടത്തി അല്ലെങ്കിൽ സമരം നടത്തുകയല്ല വേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് ഇത് തെളിയിക്കാൻ പോകാത്ത? കാരണം നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ല പറയാനായിട്ട്. അല്ലേ പറയാം, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് വന്നതാണ്. റോബർട്ട് വധേര പാകിസ്ഥാനിലുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി പറ്റിയ എൻ്റെ ഓർമ്മ, ഡി കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന്. അതുപോലെ പല ഇടപാടുകളും ദുരൂഹതയുള്ളതാണെന്നും പറഞ്ഞ് ഈഡിയോ ഏതോ അന്വേഷണ ഏജൻസി ഒക്കെ ചോദ്യം ചെയ്തു. എന്നിട്ടും നോക്കണം, ഈ കഴിഞ്ഞ ഇലക്ഷനാണെന്ന് തോന്നുന്നു അവൻ നിൽക്കാൻ നോക്കി. ഇലക്ഷൻ ഇവിടെ ആർക്കും ഏത് തിന്മയും ചെയ്തിട്ട് രാഷ്ട്രീയത്തിനും മതത്തിനും കയറാം. ആരും ചോദ്യം ചെയ്തിട്ടില്ല. അല്ലേ പിന്നെ റോബർട്ട് വധേരെക്കുറിച്ച് ഈ ന്യൂസ് പേപ്പറിൽ വരെ വന്നതൊക്കെ ഇതാരും കാണാത്തവരാണോ കോൺഗ്രസിൻ്റെ ആൾക്കാർ? അവരെന്തുകൊണ്ട് അതിന് വധേരയ്ക്ക് അങ്ങനൊരു ചാൻസ് കൊടുക്കാൻ നോക്കി? പക്ഷേ അത് സാധിച്ചില്ല. ഇതൊക്കെ നമ്മൾ കണ്ട് കേട്ട് നിൽക്കണം. കാരണം ഇത് നമ്മൾ ഒന്ന് നല്ലതെന്നും പറഞ്ഞ് നമ്മൾ ഒന്ന് ചെയ്യും, അത് നമുക്ക് നല്ലതായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്കും ലോകത്തിനും വലിയ പ്രശ്നമായി തീരുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കാര്യമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ ഇങ്ങനെല്ലാം നടക്കുന്നത്. ഇവിടെ നോക്കിയാലും ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആരോ ഒരു സ്ത്രീയെ ജിമ്മിൽ പോയതിനെക്കുറിച്ച്. ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും അതിലും ആണല്ലോ ഇവരുടെ എല്ലാ പരിപാടികളും. ജിമ്മിൽ പോയതിനെക്കുറിച്ച്
സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ വല്ലോ കണ്ടു കാണും. അതിന് അഭിപ്രായങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊരു സഹോദരി, ഒരു സഹോദരി എന്ന് പറയാനൊക്കത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു, ഞാനും ജോലി ഇന്നടത്ത് ജോലി ചെയ്യുന്നതാണ്, ഇന്ന് അവധിയാണ്, ഞാനും കുറച്ച് നാൾ മുമ്പ് ജിമ്മിൽ പോയി തുടങ്ങി, ഇപ്പം കുറച്ച് ദിവസമായി നിർത്തി, ഇനിയും പോയിട്ട് പിന്നെയും തുടങ്ങണം. കാരണം ജിമ്മിൽ പോകുന്നത് ആരോഗ്യം നിലനിർത്താനും ബോഡി സംരക്ഷിക്കാനും ഇതൊക്കെ വളരെ നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കണം, അത് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ, നമ്മൾ ജിമ്മിൽ പോകേണ്ട കാര്യം എന്തുകൊണ്ടാണ്? നിൻ്റെ ശരീരം കൊണ്ട് നീ അധ്വാനിക്കുന്നില്ല. നീ കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ നീ ജിമ്മിൽ പോകണം. കാരണം അത് വയറ്റിൽ കിടന്നാൽ നീ ബ്രെയിൻ അനങ്ങുന്നില്ല. ഒന്നീ ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുന്നു, ഒന്നീ കൈ എടുത്ത് ഒരു സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. അതൊരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ദഹിക്കത്തക്കണം. ആഹാരം ദഹിച്ചാലും അതിൻ്റെ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം തരത്തക്കവണ്ണമുള്ള ജോലിയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചാൽ എന്താ കുഴപ്പം, ഞാനാണ് ധരിക്കുന്നത്, അതെനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. മക്കളെ എങ്ങനെ സന്തോഷിക്കേണ്ട സമയങ്ങൾ ഒരുപാട് കിട്ടും. അതെല്ലാം നീ അങ്ങനെ ഉപയോഗിച്ചാൽ ആ സന്തോഷം ദുഃഖമായിത്തീരുന്നത് ഒന്ന് ഓർത്ത് നോക്കി അതൊരിക്കലും നീ ഓർക്കത്തില്ല. നമുക്ക് ഇന്നും വിളിച്ചു പറയാം. പറഞ്ഞു, ഇന്ത്യക്ക് ഇവിടെ അങ്ങനെ ഇങ്ങനെ 30 വയസ്സാകാതെ പെൺപിള്ളേർ കല്യാണം കഴിക്കത്തില്ല, അവിടെ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ നടക്കണം. അതൊക്കെ നാച്ചുറലാണ്. അതിവിടെ നടക്കുന്നുണ്ട്, അത് നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഇവിടെ നടക്കുന്നതാണെന്ന് മോള് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോഴേ ഇന്ന് നമുക്ക് മറയൊന്നുമില്ല ഒന്നിനും. ഞാൻ ഇന്ന് ചെയ്തൊന്ന് വിളിച്ചു പറയും. അതുപോട്ടെ, നമ്മൾ ഭയങ്കര സെക്യൂരിറ്റി എന്തുകൊണ്ടാണ്? ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ഭർത്താവ് ഭാര്യയും കോട്ടയത്ത് അദ്ദേഹം സിറ്റിംഗ് റൂമിലും ഭാര്യ ബെഡ്റൂമിലും തലയ്ക്കും മുഖത്തും എല്ലാം വെട്ടുകൊണ്ട് രക്തം മാർന്ന് കിടക്കുന്ന ന്യൂസ് കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചു, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, ഗൾഫിലെവിടെയോ ജോലി ചെയ്ത് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കയറണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ഇലക്ഷൻ്റെ കാര്യത്തിന് തന്നെ അവിടെ ചെന്നാൽ ആരെങ്കിലും വന്നാൽ നോട്ടീസ് കൈ കൊടുത്തേക്ക് ഞങ്ങൾ പോരത്തുള്ളൂ, ആ വീട്ടിനകത്തോട്ട് കയറാനൊക്കത്തില്ല. അവരുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ വീടിനകത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യത്തക്കൊണ്ടുള്ള ഗേറ്റ്, വലിയ ആയിട്ടുള്ള ബാധ്യത, എല്ലാ സെക്യൂരിറ്റി, CCTV ക്യാമറ എല്ലായിടത്തും ഉണ്ട്. മക്കളെ, അതുകൊണ്ട് എന്ത് കിട്ടി? ആ മനുഷ്യന് നല്ല മനുഷ്യനാണ്, ആരോടും വലിയ സംസാരമില്ല, ബഹളമില്ല, ഒന്നുമില്ല. എന്നിട്ടെന്ത് സംഭവിച്ചു? ഈ CCTV ക്യാമറ കൊണ്ട് എന്ത് കിട്ടി? ഞാൻ ചോദിക്കുന്നത്, നീ മനുഷ്യനായി ജീവിച്ചാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ അവരുടെ CCTV ക്യാമറയിൽ കിട്ടും. അവൻ നല്ലവനായിരുന്നു. അല്ല, എന്ത് നല്ലവനാണെങ്കിലും ചീത്തയാണെങ്കിലും. അതുകൊണ്ടാണ് ഇന്ന് ഇത് സംഭവിച്ചത്. നമ്മൾ CCTV ക്യാമറ വെച്ചൊക്കെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സെക്യൂരിറ്റി, നമ്മൾ നമ്മളെ ആരെങ്കിലും കൊന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട് കൊള്ളയടിച്ചാൽ അതിന് തെളിവ് കിട്ടണം. അതിനു വേണ്ടി ഇന്ന് നീ രണ്ടും ചത്തു, നിൻ്റെ തെളിവ് നീ എന്തോ കൊടുക്കണം? നിൻ്റെ തെളിവ് കൊണ്ട് നിനക്ക് ജീവിക്കാനൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു.
നിൻ്റെ മകൻ മരിക്കാൻ കാരണം എന്താണെന്ന് നീ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തെളിവെന്തോ സംശയം കൊണ്ടൊരു അവിടെ ജോലി ചെയ്ത ഒരു പയ്യനെ പിടിച്ചിട്ടുണ്ട്. അവനോ ആരോ ഇനി ആ കേസ് എവിടെയെങ്കിലും പോയി ചവിട്ടുകൊട്ട കിടക്കുകയോ വിധി വന്നാലും ഈ 2 പേർക്കും ആരോട് ഉപദ്രവമില്ലാതെ വീടിനകത്ത് ഇരുന്നും കാശുണ്ടാക്കിയുണ്ട്. എന്ത് പറയുന്നുണ്ട്, എല്ലാ സെക്യൂരിറ്റി CCTV ക്യാമറയും ഒക്കെ ഉണ്ട്. അതാരെ കണ്ടുകൊണ്ടിരിക്കുകയും ഇതൊക്കെ നമ്മൾ ചിന്തിക്കട്ടെ. മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് പേടിക്കണ്ട. എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനി 10-50 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്നത്? മനുഷ്യൻ്റെ മുന്നിൽ വോട്ട് ചോദിക്കാൻ ഇവനൊക്കെ കാൽനടയായിട്ട് വന്നിട്ടില്ലയോ? അവന് 10-50 അകമ്പടി വാഹനങ്ങൾ, ഒരു ആംബുലൻസ് കേടായി വേറൊരു ആംബുലൻസ്, ഇവൻ സഞ്ചരിക്കുന്ന കാർ കേടായാൽ വേറൊരു കാർ അതിന് സ്റ്റെപ്പിനായിട്ട് ഇതെല്ലാം കൊണ്ട് നടക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യനെ പേടിയുണ്ട്. കാരണം തൻ്റെ പ്രവൃത്തി ശരിയല്ലെന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് പ്രശ്നം ഉണ്ടാകാം. അതുകൊണ്ട് ഇപ്പം തന്നെ കോടികൾ ഇപ്പം ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ എന്ത് ചെയ്തിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്? കോടികൾ മുടക്കി എയർ കണ്ടീഷൻ ടെൻറ്റോ എന്തോ അവിടെയൊക്കെ മീറ്റിംഗ് കൂടി എന്തോ അവിടെ ചെയ്ത കാര്യങ്ങൾ, അത് ഫ്ലക്സ് വെക്കുന്നത് കേരളത്തിൽ CPM ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പ്രദർശിപ്പിക്കുക, അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. എന്തോ കാണിച്ചു. ഇപ്പം KSB തന്നെ അവിടെയും കരുവന്നൂർ ബാങ്ക് പോലെ തട്ടിപ്പ്. ഇനി എവിടെയാ തട്ടിപ്പ് നടത്താനുള്ളത്? അതായത് ഞാൻ പറഞ്ഞത്, ഏത് പൊതുമേഖലാ സ്ഥാപനം കണ്ടാലും അവർ ഒന്നീ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുമായിട്ട് അവിടെ ഇലക്ഷനാണ്. ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഏത് കമ്പനിയുമായിട്ട്, ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും, അവിടെ പ്രൈവറ്റ് ആണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങിയാൽ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ അർഹതയുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളിനെ അവിടെ നിയമിക്കും. അവിടെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെ ഓർത്തഡോക്സോ ജാക്കോബോയോ നോക്കിയല്ല ആളെ നിയമിക്കുന്നത്. അവിടെ ജോലി ചെയ്യാൻ കഴിവുള്ളവനെ, എക്സ്പീരിയൻസ് ഉള്ളവനെ. ഇത് മിന്മായി തന്നെ ഭരണം CPM അല്ലെ കോൺഗ്രസോ ഭരിച്ചുകൊണ്ട് എന്തുവാ അവിടെ മിന്മായി ശരിയായിട്ട് വർക്ക് നടക്കുമോ? ഒരു പഞ്ചായത്തിൽ ചെന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഒരുത്തൻ്റെ മേശയിൽ നിന്ന് വേറൊരു മേശയിലോട്ട് പേപ്പർ പോകണമെങ്കിൽ അത് അവൻ എവിടുത്തെ ഏത് പാർട്ടിക്കാരനാണെന്ന് നോക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥത. നമ്മളിന്ന് ജീവിക്കാനല്ല നോക്കുന്നത്. നമ്മൾ സ്വയമേ മരിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും കൂടിയാണ്. നമ്മൾ പറയാം, ക്രിസ്ത്യ സഭ എടുത്താൽ ഈയിടെ 2 കുരിശിൻ്റെ പ്രശ്നമുണ്ടായി. എന്തായി? കുരിശ് നാട്ടിയെങ്കിലും നിനക്ക് ആത്മീയത വരത്തുണ്ടോ? ആയിക്കോട്ടെ, ഇതെല്ലാം മറയാണ്. ഈ കുരിശിൻ്റെ മറവിൽ അവിടെ വലിയ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന, മലമേട്ടിലൊക്കെ പോയി കുരിശ് നാട്ടിച്ച കുരിശിൻ്റെ വഴി നീ അതുവഴിയൊക്കെ നടന്ന് കാണിച്ച് എന്തോ ചെയ്യാനാ? എന്നാൽ നീ ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞ കാര്യം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഏതെങ്കിലും സഭ ചെയ്യുന്നുണ്ടോ? സമുദായം ചെയ്യുന്നുണ്ടോ? ഇവിടെ നോക്കിയാലും അതിനെ വിശേഷിപ്പിക്കാൻ ആൾക്കാരുണ്ട്. ഈയിടെ ശശികല ഒരു പ്രസംഗം നടത്തി. ഇപ്പം വേറൊരു മനുഷ്യൻ ഒരു പ്രസംഗം നടത്തി. ഇതൊക്കെ വർഗീയത വളർത്തിക്കൊണ്ട് വന്ന് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച് സ്വൈര്യം നഷ്ടപ്പെടുത്തി കൊല്ലാനുള്ള ഇടപാടുകളാണ്. വൈരാഗ്യം മനുഷ്യൽ ഉണ്ടാക്കുക ഏത് മതത്തിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. നമ്മളാരും നല്ലവരാണെന്ന് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെന്ന് വിചാരിക്കരുത്.
നമ്മൾ പല കാര്യങ്ങളും കാണാം. ഇന്ന് അഡ്വർടൈസ്മെൻ്റാണ് കൂടുതൽ നമ്മളെ വെട്ടിലാക്കുന്നത്. ഈ സഹോദരി പറഞ്ഞു വ്യായാമം ജിമ്മിൽ പോകുമെന്ന്. കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ നീ ജോലി ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, വിയർപ്പോട് കൂടി അപ്പം ഭക്ഷിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ നീ അപ്പം 19 വയസ്സുകൊണ്ട് ഒരു സ്ത്രീയെ സാരി ഉടുത്ത് എൻ്റെ ഡ്രസ്സ് ചെയ്ത് പോയാൽ കാണുന്നവർ ചോദിക്കും ഇവൾ ആരെ കാണിക്കാനാണെന്ന്. എന്തിനാണ് നീ നോക്കുന്നേ? നിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നീ തുറന്ന് വെച്ചിരിക്കുക, പിന്നെ ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ മതമാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും നമ്മൾ തന്നെ സ്വയമേ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഒരു ഗ്ലാസ് വെള്ളം ഒരു മനുഷ്യനെടുത്ത് കൊടുത്താൽ അത്ര ദാഹിച്ചു വരുന്ന ഒരാളിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അത്രയും നല്ലത്. നീ വഴിയിലൊന്നിരിക്കുക ക്ഷീണിച്ച് യാദൃശ്ചികമായി കാണുന്ന വേറൊരാൾ നിനക്ക് ഉപകാരത്തിന് വരും. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പണം വാരിക്കൂട്ടി ചാക്കിനകത്ത് കെട്ടിവെച്ച് CCTV ക്യാമറ വെച്ച് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി അവിടെ മുകളിലുണ്ട്. ആ സെക്യൂരിറ്റി നിശ്ചയിക്കാതെ നിനക്ക് ഒരിടത്തും ഒരു സെക്യൂരിറ്റിയും കിട്ടത്തില്ലെന്ന് നീ ഓർത്തു.